വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലി സേനയുടെ മാരകമായ ആക്രമണം. ഹമാസിനെതിരെ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ ഭീകരതയ്ക്കെതിരെ വെസ്റ്റ് ബാങ്കിലെ ജെനിനിൽ അതിരൂക്ഷമായ ആക്രമണം നടത്തുകയാണ് ഇസ്രായേലി സേന. ഗാസയ്ക്ക് വെളിയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം വീണ്ടും കൊടുമ്പിരിക്കൊള്ളുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. ജെനിനിലെ ഒരു ഇസ്ലാമിക് ജിഹാദിന്റെ ഒരു ബോംബ് നിർമ്മാണ ലാബ് ഇസ്രായേൽ സേന തകർത്തിരിക്കുന്നു. ജെനിൻ പ്രദേശത്തുള്ള ഈ ഭീകരരുടെ ഒരു ബോംബ് നിർമ്മാണ ഫാക്ടറിയാണ് ഇസ്രായേൽ ബോംബിട്ട് തകർത്തിരിക്കുന്നത്. വൻ സ്ഫോടനം, ജെനിൻ നഗരത്തെ മുഴുവൻ പിടിച്ചു കുലുക്കുന്ന രീതിയിലുള്ള വലിയ സ്ഫോടനമുണ്ടായതായുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ്. കഴിഞ്ഞ 2 ദിവസം, കഴിഞ്ഞ 48 മണിക്കൂറിനിടെയുള്ള ആക്രമണത്തിൽ ഡസൻ കണക്കിന് ഹമാസ് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഭീകരവാദികൾ കൊല്ലപ്പെട്ടുവെന്നും 50-ലധികം പേർക്ക് വലിയ മാരകമായ പരിക്കേറ്റുമെന്നുമുള്ള വിവരങ്ങളാണ് IDF നൽകുന്നത്. IDFും ഷിൻബെറ്റും ചേർന്നുള്ള സംയുക്ത ഓപ്പറേഷനാണ് വെസ്റ്റ് ബാങ്കിലും പരിസര പ്രദേശങ്ങളിലേക്കും നടക്കുന്നത്. ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വെസ്റ്റ് ബാങ്കിലെ ആക്രമണത്തിന്റെ തോത്, തീവ്രത വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേലി സേന എന്നുള്ള വിവരമാണിപ്പോൾ ലഭ്യമാകുന്നത്. മണിക്കൂറുകൾക്കിടവിട്ട് അതിരൂക്ഷമായ വ്യോമാക്രമണവും കരയാക്രമണവും ഷിൻബെറ്റും IDFും ചേർന്ന് വെസ്റ്റ് ബാങ്കിലേക്ക് നടത്തുന്നു. വെസ്റ്റ് ബാങ്കിലെ ഭീകര കേന്ദ്രങ്ങൾ ഒന്നൊന്നായി തകർക്കുകയാണ് ഇസ്രായേലി സേന. നേരത്തെ ഗാസയിൽ ഇസ്രായേലിൻ്റെ യുദ്ധം കൂടുതൽ കാര്യക്ഷമമായപ്പോൾ തന്നെ ഹമാസിൻ്റെയും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെയും കൂടുതൽ സാന്നിധ്യം വെസ്റ്റ് ബാങ്കിലേക്ക് ഉണ്ടായിരുന്നു. അതുമാത്രവുമല്ല, ഷിൻബെറ്റിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം ബന്ദികളെ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് സൂക്ഷിച്ചിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിലെ അവരുടെ കേന്ദ്രങ്ങളിലാണ് എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വെസ്റ്റ് ബാങ്കിലെ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെയും ഹമാസിൻ്റെയും ഒക്കെ ക്യാമ്പുകൾ, അവരുടെ ബേസ് സെൻറ്ററുകൾ, അതുപോലെ അവരുടെ ഒളിയിടങ്ങളൊക്കെ തന്നെ കണ്ടെത്തുന്നതിനുള്ള വമ്പൻ ഓപ്പറേഷൻ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അയൺ വാൾ എന്ന പേരിട്ട വമ്പൻ ഓപ്പറേഷനാണ് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലെ ഭീകരർക്കെതിരെ ഇസ്രായേലി സേന നടത്തുന്നത്. ആ ഓപ്പറേഷനിലാണ് കഴിഞ്ഞ 48 മണിക്കൂറിനിടയിൽ 15ഓളം ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. നിരവധി സ്ഫോടനങ്ങൾ കഴിഞ്ഞ മണിക്കൂറിലും വെസ്റ്റ് ബാങ്കിൻ്റെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് നടത്തി. ഡെഡ്ലി സ്ട്രൈക്ക് തന്നെയാണ് ഇസ്രായേലി സേന വെസ്റ്റ് ബാങ്കിൽ നടത്തുന്നതെന്ന വാർത്തകൾ പുറത്തു വരുന്നു. അതിനിടയിൽ ഇസ്രായേലി സേനയുടെ വാഹന വ്യൂഹത്തിന് നേരെ ഒരു IED സ്ഫോടനത്തിനുള്ള ശ്രമം ഭീകരന്മാർ നടത്തിയെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇത്തരമൊരു ആക്രമണത്തിൻ്റെ വിവരം പുറത്തു വന്നത്. IED ഒളിപ്പിച്ചുകൊണ്ട് IED വെച്ചുകൊണ്ടുള്ള ഒരു സ്ഫോടനം ഇസ്രായേലി വാഹന വ്യൂഹങ്ങൾക്ക് നേരെ നടത്താനായിരുന്നു ഇസ്ലാമിക് ജിഹാദ് ഭീകരന്മാരുടെ ശ്രമം. എന്നാൽ ഇതിനെ IDF പൊളിച്ചു എന്നുള്ള വാർത്തകളും IDF തന്നെ പുറത്തുവിടുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് സ്ഫോടക വസ്തുക്കളുമായി സഞ്ചരിക്കുകയായിരുന്ന ഹമാസ് ഭീകരന്മാരുടെ ഒരു വാഹനത്തിന് നേരെ ഇസ്രായേലിൻ്റെ എയർ സ്ട്രൈക്ക് ഉണ്ടായിരുന്നു. വലിയ സ്ഫോടനമാണ് വെസ്റ്റ് ബാങ്കിലെ നഗരത്തിൽ തന്നെ ഇതുണ്ടാക്കിയത്. ഇതിന് പിന്നാലെ വെസ്റ്റ് ബാങ്കിലെ ഹമാസിൻ്റെയും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെയും ഒക്കെ ഭീകരന്മാരുടെ കേന്ദ്രങ്ങൾ തിരഞ്ഞുള്ള വലിയ ഓപ്പറേഷൻ ഇസ്രായേലി സേന നടത്തുകയാണ്. മുക്കും മൂലയും, വെസ്റ്റ് ബാങ്കിൻ്റെ മുക്കും മൂലയും അരിച്ചു പറക്കുകയാണ് ഇസ്രായേലി സേന. ഗാസയിൽ എവിടെയാണോ യുദ്ധം നിർത്തിയത് അത് വെസ്റ്റ് ബാങ്കിൽ തുടരുകയാണ് ഇസ്രായേലി സേന ചെയ്തിരിക്കുന്നത്. ഗാസയിൽ നിർത്തിയിടത്ത് നിന്ന് വെസ്റ്റ് ബാങ്കിൽ തുടങ്ങിയിരിക്കുന്നു ഇസ്രായേലി സേന. വെസ്റ്റ് ബാങ്കിലെ വിവിധ പ്രദേശങ്ങൾ വലിയ തോതിൽ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന് ശക്തിയുള്ള പ്രദേശങ്ങളാണ് വെസ്റ്റ് ബാങ്കിൻ്റെ ജെന്നടക്കമുള്ള പ്രദേശങ്ങൾ. ആ പ്രദേശങ്ങളിലേക്ക് നേരത്തെ തന്നെ ഷിൻബെറ്റിൻ്റെയും മൊസാദിൻ്റെയും ചാരന്മാർ അവിടെയൊക്കെ കൃത്യമായ നിരീക്ഷണം നടത്തിയിരുന്നു. ഈ നിരീക്ഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിരിക്കുന്ന തീവ്രവാദ ക്യാമ്പുകൾ, ഭീകര കേന്ദ്രങ്ങൾ, ഭീകരരുടെ ബേസ് സെൻറ്ററുകൾ, ഇവയൊക്കെ തന്നെ ശക്തമായ വ്യോമാക്രമണത്തിലൂടെ തകർക്കുകയാണ് ഇസ്രായേൽ സേനയുടെ ഇപ്പോഴുള്ള ലക്ഷ്യം. അതിൽ ഏറെക്കുറെ അവർ വിജയിച്ചിരിക്കുന്നു. കൊടിയ യുദ്ധമാണ്. കൊടിയ യുദ്ധം, ഗാസയിൽ കണ്ടതിനേക്കാൾ തീവ്രമായ യുദ്ധമാണ് വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ നടക്കുന്നത് എന്ന വിവരമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും പാശ്ചാത്യ മാധ്യമങ്ങളും നൽകുന്നത്. വൻതോതിലുള്ള ഭീകരവേട്ട, വെസ്റ്റ് ബാങ്കിൽ വലിയ ഭീകരവേട്ട തുടരുകയാണ് ഇസ്രായേലി സേന. ഒരു വശത്ത് ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാക്കിയപ്പോൾ മറുവശത്ത് വെസ്റ്റ് ബാങ്കിലേക്ക് തങ്ങളുടെ ശ്രദ്ധ തിരിച്ചിരിക്കുന്നു ഇസ്രായേലി സേന. ഗാസയിൽ താൽക്കാലികമായ വെടിനിർത്തൽ മൂലമുള്ള ഒരു സൗകര്യം അത് വെസ്റ്റ് ബാങ്കിലേക്ക് പ്രയോഗിക്കുകയാണ് ഇസ്രായേലി സേന. പൂർണ്ണമായ ശ്രദ്ധ വെസ്റ്റ് ബാങ്കിലേക്ക് നൽകുന്നു. വെസ്റ്റ് ബാങ്കിലെ ഭീകരർ സാന്നിധ്യം സമ്പൂർണ്ണമായി ഇല്ലാതാക്കുക, വെസ്റ്റ് ബാങ്കിലെ ഹമാസിൻ്റെയും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെയും ഒക്കെ അടിവേരിറക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. ഗാസയ്ക്ക് വെളിയിൽ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരിക്കൊള്ളുകയാണ്. ഗാസയ്ക്ക് വെളിയിൽ ഹമാസിനെ തീർക്കാനുള്ള ഇസ്രായേലിൻ്റെ വമ്പൻ ഓപ്പറേഷൻ, ആ പേരാണ്
അയൺ വാൾ ഓപ്പറേഷനിലൂടെ ഗാസയ്ക്ക് വെളിയിൽ വെസ്റ്റ് ബാങ്കിൽ ഹമാസിന്റെ സമ്പൂർണ്ണ അന്ത്യം കുറിക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് ഇപ്പോൾ ഇസ്രായേലി സേന. നിരവധി സ്ഫോടനങ്ങൾ കഴിഞ്ഞ മണിക്കൂറിലും വെസ്റ്റ് ബാങ്കിന്റെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് നടത്തി. ഡെഡ്ലി സ്ട്രൈക്ക് തന്നെയാണ് ഇസ്രായേലി സേന വെസ്റ്റ് ബാങ്കിൽ നടത്തുന്നതെന്ന വാർത്തകൾ പുറത്തു വരുന്നു. അതിനിടയിൽ ഇസ്രായേലി സേനയുടെ വാഹന വ്യൂഹത്തിന് നേരെ ഒരു IED സ്ഫോടനത്തിനുള്ള ശ്രമം ഭീകരന്മാർ നടത്തിയെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇത്തരമൊരു ആക്രമണത്തിൻ്റെ വിവരം പുറത്തു വന്നത്. IED ഒളിപ്പിച്ചുകൊണ്ട് IED വെച്ചുകൊണ്ടുള്ള ഒരു സ്ഫോടനം ഇസ്രായേലി വാഹന വ്യൂഹങ്ങൾക്ക് നേരെ നടത്താനായിരുന്നു ഇസ്ലാമിക് ജിഹാദ് ഭീകരന്മാരുടെ ശ്രമം. എന്നാൽ ഇതിനെ IDF പൊളിച്ചു എന്നുള്ള വാർത്തകളും IDF തന്നെ പുറത്തുവിടുന്നുണ്ട്.